ടു ഐഗൺ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മക്കളെ മിസ് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാതെ എക്സാമിന് പോവരുത്. ഓക്കെ, മിസ് തരുന്ന വാക്കാണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കാതെ ഒരു പരിചയമില്ലാതെ നിങ്ങൾ എക്സാമിന് പോവരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ്സോടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് മക്കളെ. ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 5H2SO4. ഓക്കെ, 5H2SO4ലുള്ള 5H2SO4ലുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം. കാരണം H2SO4 തന്നെ തരണമെന്നില്ല, അത് വേറെയും മോളിക്യൂൾസ് ആക്കാം. CO2 പോലെ വേറെ ഏതെങ്കിലും മോളിക്യൂൾ ആകാം. ഇപ്പം നമ്മൾ H2SO4ലാണ് കാണുന്നത്. ഓക്കെ ആണോ? യെസ്, 5H2SO4ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ആണ്, ആകെ ആറ്റങ്ങളുടെ എണ്ണമാണ്. മക്കൾ ഇങ്ങനെ ഒരു കണക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒരു H2SO4ലുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം കാണാം. ഓക്കെ ആണോ? എത്ര ഹൈഡ്രജൻ ഉണ്ടടാ? യെസ്, ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഒന്നല്ല, 2 ഹൈഡ്രജൻ ഉണ്ട്. ഇനി എത്ര സൾഫർ ഉണ്ടടാ? യെസ്, ഒരു സൾഫർ. ആൻഡ് എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉള്ളത്. അതായത് ഒരു H2SO4ലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ് അല്ലേ? യെസ്, 2 + 1 + 4 എന്ന് പറയുന്നത് 7 ആണ്. ഇനി നോക്കാം മക്കളെ, 5 H2SO4 അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഒരു H2SO4ൽ 7 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ 5 H2SO4ൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? യെസ്, 35 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി H2SO4 തന്നെ തരണമെന്നില്ല. മിസ് ഒന്നുകൂടി പറയാം. CO2 പോലെ വേറെ ഏതെങ്കിലും മോളിക്യൂൾ ആയിരിക്കും തരാ. ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, യെസ്. ഇനി ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ജലത്തിന്റെ 2 സാമ്പിളുകൾ, 2 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സോപ്പ് ചേർത്ത് നന്നായി ഇളക്കുന്നു. ഓക്കെ, 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, 2 ഡിഫറെന്റ് വാട്ടർ. ഓക്കെ, 2 ഡിഫറെന്റ് സാമ്പിൾ ഓഫ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ടെസ്റ്റ് ട്യൂബിലെ ജലത്തിൽ സോപ്പ് നന്നായി പതയുന്നു. ഇത് ഏത് തരം ജലമാണ്? സോപ്പ് ഡിസോൾവ്സ് വെൽ ഇൻ വാട്ടർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. വാട്ട് ടൈപ്പ് ഓഫ് വാട്ടർ ഇറ്റ് ഈസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജലത്തിൽ സോപ്പ് നന്നായി പതയുന്ന ജലത്തിൽ നമ്മളൊരു പേര് വിളിച്ചായിരുന്നു. എന്തായിരുന്നു? യെസ്, സോഫ്റ്റ് വാട്ടർ അല്ലേ? സോപ്പ് നന്നായി പതയുന്ന ജലത്തെ നമ്മൾ വിളിച്ച പേരാണ് സോഫ്റ്റ് വാട്ടർ, അല്ലെങ്കിൽ മൃദുജലം എന്ന് വിളിച്ചു. ഓർമ്മയുണ്ടോ? മൃദുജലം എന്ന് വിളിച്ചു. ഇനി സോപ്പ് നന്നായി പതയാത്ത ജലത്തെ നമ്മൾ വിളിക്കുന്നതാണ് ഹാർഡ് വാട്ടർ അല്ലേ? ഇനി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു വാട്ടർ ഹാർഡ് വാട്ടർ ആയിട്ട് മാറുന്നത്, കഠിന ജലമായിട്ട് മാറുന്നത്. എപ്പോഴാണ് ഒരു വാട്ടർ കഠിന ജലമായിട്ട് മാറുന്നത്? ഇതിൽ ഏതൊക്കെയോ ലവണങ്ങൾ ഡിസോൾവ് ചെയ്യുമ്പോഴല്ലേ? യെസ്, നമുക്കറിയാം. കുറച്ച് ലവണങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. മെഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ലവണങ്ങൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, മെഗ്നീഷ്യത്തിൻ്റെയോ കാൽഷ്യത്തിൻ്റെയോ സാൾട്ടുകൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം വെള്ളത്തെ നമ്മൾ വിളിച്ച പേരാണ് കഠിനജലം അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി എന്തൊക്കെയാണ് ഈ സാൾട്ടുകൾ? യെസ്, ബൈകാർബണേറ്റ്സ് ആകാം, ക്ലോറൈഡ്സ് ആകാം, ആൻഡ് സൾഫേറ്റ്സ് ആകാം. ക്ലിയർ ആണോ? അപ്പൊ ഈ സാൾട്ടുകൾ ഒന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് ഇവിടെ ചോദ്യം ഇതാ മക്കളെ. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ജലത്തിൽ സോപ്പ് നന്നായി പതയുന്നില്ല. ജലത്തിന്റെ ഈ സ്വഭാവത്തിന് കാരണമായ ഏതെങ്കിലും ഒരു ലവണത്തിന്റെ പേരെഴുതുക. ഏതെങ്കിലും ഒരു ലവണം മതി. ഓക്കെ, ഇതാ ഒരു ലവണത്തിന്റെ പേരെഴുതുക. എന്താണ്? The soap does not dissolve in water in the second test tube. Write the name of any one salt responsible for this characteristics of water. ഏതെങ്കിലും ഒരു ലവണം. നമ്മൾ ഒരുപാട് ലവണം പഠിച്ചു അല്ലേ? കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, പിന്നെ മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ ഇത്രയും ലവണങ്ങൾ നമുക്കറിയാം. ഇതിൽ ഏതെങ്കിലും ഒരു ലവണം എഴുതി കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണോ? അപ്പോൾ പഠിക്കുക. ഇത്രയും മിസ്സിന് പറയാനുള്ളൂ. ഇതൊക്കെ അറിഞ്ഞിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടി പാടുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കും. പക്ഷേ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു ചോദ്യമാണ്, പല ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? അപ്പൊ അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക, പഠിക്കാതെ പോവരുത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 factors which favor the corrosion of an iron nail kept exposed to the atmospheric air. ഓക്കെ, എന്താണ് അറ്റ്മോസ്ഫിയർ? ഓക്കെ, അന്തരീക്ഷ വായുവിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഇരുമ്പാണി തുരുമ്പിക്കുന്നതിന് പ്രേരകമായ ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതുക. നമ്മൾ പഠിച്ചതാണ്. ഈർപ്പം അല്ലെ, മോയ്സ്ചർ ഒരു ഘടകമാണ്. പിന്നെ സാൾട്ട്, ലവണങ്ങൾ മറ്റൊരു ഘടകമാണ്. അപ്പൊ 2 ഘടകങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സജസ്റ്റ് എ മെത്തേഡ് ടു പ്രിവെന്റ് ദി കൊറോഷൻ ഓഫ് അയേൺ. എന്താണ്? ഇരുമ്പിന്റെ ലോഹനാശനം തടയാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക.
ഇതും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തെ പഠിച്ചതാണ്. എന്താണ്? ഇരുമ്പിൻ്റെ ലോഹനാശനം തടയാൻ യെസ് പെയിന്റ് ചെയ്യാറില്ല നമ്മൾ, പെയിന്റ് ചെയ്യാം, ഗാൽവനൈസേഷൻ ചെയ്യാം, ഓയിൽ ഇട്ട് കൊടുക്കാം, ഗ്രീസ് ഇട്ട് കൊടുക്കാം, ഇങ്ങനെ പലതും ചെയ്യാം. ഏതെങ്കിലും ഒരു മാർഗം നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി മക്കളെ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. ഓക്കെ ആണോ? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് ഇത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കാതെ പോകരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വെറുതെ മാർക്ക് കളയരുത്. മിസ്സിന് അത്രേ പറയാനുള്ളൂ. A+ ലെവൽ എത്താനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകൻ്റെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? അത് മിസ് 100% ഷുവർ തരാം. അതുപോലെ നിങ്ങൾ അത് പഠിച്ചെടുക്കാൻ വേണം, എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. വെറുതെ ക്ലാസ് ഇരുന്നാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. അതാണ് പറഞ്ഞത്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ പഠിക്കുക, എക്സാമിന് എഴുതുക, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയിരിക്കും. ഓക്കെ, ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. 96 gram of potassium nitrate is dissolved in 200 gram water at 30 degrees Celsius. എന്താണ്? 30 ഡിഗ്രി സെൽഷ്യസിലുള്ള 200 ഗ്രാം ജലത്തിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ലയിച്ചു ചേർന്നിരിക്കുന്നു. ഓക്കെ ആണോ? യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് യു മീൻ ബൈ സോലുബിലിറ്റി? ഇതിന്റെ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത് ഈ താപനിലയിലേക്കാവുന്ന പരമാവധി അളവാണ്. അതായത് ഇവിടെ നമുക്കൊരു താപനില തന്നിട്ടില്ലേ, ഒരു ടെമ്പറേച്ചർ തന്നിട്ടില്ലേ, ആ ഒരു ടെമ്പറേച്ചറിൽ മാക്സിമം എമൗണ്ട് ഓഫ് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ലയിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് യു മീൻ ബൈ സോലുബിലിറ്റി? സോലുബിലിറ്റി, ലയിത്വം എന്നാൽ എന്താണ്? ഇതാ വെണ്ടക്ക അക്ഷരത്തിൽ അതേപോലെ പഠിച്ചു വെക്കുക. വെണ്ടക്ക അക്ഷരത്തിൽ നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്, അതേപോലെ പഠിച്ചു വെച്ചോളാം. ഓക്കെ, തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട, അതേപോലെ പഠിച്ചു വെച്ചോളാം. എന്താണ് പറയുന്നത്? ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിന്റെ ലയിത്വം, സോലുബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ grams required to convert 100 gram of solvent into saturated solution at a given temperature is known as solubility of the solute in that solvent. ഓക്കെ, അതേപോലെ പഠിച്ചു വെച്ചോളൂ. അവിടെ ഇവിടെ ഒന്നും നോക്കി നിൽക്കരുത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഓക്കെ, അതേപോലെ പഠിച്ചു വെക്കാം. മാർക്ക് കളയരുതേ മക്കളെ, മാർക്ക് കളയരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ അറേഞ്ച്മെന്റ് ഷോയിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഈസ് ഗിവൺ ബിലോ. ഓക്കെ, അനലൈസ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ചിത്രം ഒന്ന് നോക്കിക്കേ. ഇത് ടെക്സ്റ്റിലുള്ളൊരു ചിത്രമാണ്. ചിത്രം കണ്ടിട്ട് അയ്യോ ഇത് എവിടെ നിന്ന് വന്ന ചിത്രമാണെന്നൊന്നും ചിന്തിച്ചിരിക്കേണ്ട. ഇത് എവിടെ നിന്ന് വന്നതാണ്? നമ്മുടെ ടെക്സ്റ്റിലുള്ള ചിത്രമാണ്. ഓക്കെ ആണോ? യെസ്, വാട്ടറിന്റെ ഇലക്ട്രോളിസിസ്, ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്തുന്ന ചിത്രമാണിത്. ഓക്കെ ആണോ? 2 ടെസ്റ്റ് ട്യൂബ് വെള്ളത്തിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ആരുണ്ട്? യെസ്, നമ്മൾ വൈദ്യുതി കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇനി ഈ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ണു പോകേണ്ട ഒരു ഭാഗമാണ് മക്കളെ ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് പാർട്ട് ആൻഡ് പോസിറ്റീവ് പാർട്ട്. ഓക്കെ, നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന സമയത്ത് നമുക്കറിയാം വെള്ളം എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് H2O ആണ് അല്ലെ, H2O ആണ്. ക്ലിയർ? ഇനി വൈദ്യുതി കടത്തിവിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യെസ്, നമ്മുടെ വാട്ടർ ഡീകമ്പോസ്ഡ് ആകുന്നു അല്ലേ. യെസ്, നമ്മുടെ വാട്ടർ വിഘടിച്ച് 2 ഗ്യാസുകളായിട്ട് മാറാണ്. ആ ഗ്യാസ് ആരൊക്കെയാണ്? യെസ്, ഹൈഡ്രജൻ ഗ്യാസും അതേപോലെ ഓക്സിജൻ ഗ്യാസുമായിട്ട് മാറാണ്. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദി ഗ്യാസസ് A and B. എയിലും ബിയിലുമുള്ള ഗ്യാസിനെ തിരിച്ചറിയാൻ നമുക്കറിയാം ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും ഉണ്ടാകുന്നുണ്ട്. ഇനി എയിൽ ഏത് ഗ്യാസാണ് ഉണ്ടാകുന്നത്, ബിയിൽ ഏത് ഗ്യാസാണ് ഉണ്ടാകുന്നത് അറിയണം. മക്കളെ ശ്രദ്ധിക്കുക. ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു അറേഞ്ച്മെന്റിൽ, ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് പാർട്ടിൽ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹൈഡ്രജൻ വാതകമായിരിക്കും. കേട്ടോ, ഹൈഡ്രജൻ വാതകമായിരിക്കും. ആൻഡ് പോസിറ്റീവ് ടേമിൽ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ വാതകവുമായിരിക്കും. അത് അതേപോലെ പഠിക്കാം, ഒരു സംശയം വേണ്ട. ഓക്കെ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ വാതകവും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാകുന്നത് ഓക്സിജൻ വാതകവുമായിരിക്കും. ക്ലിയർ ആണ്? ഓക്കെ ആണ്? ആ പാർട്ട് ഓക്കെ അല്ല. അപ്പോൾ എ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസും ബി എന്ന് പറയുന്നത് ഓക്സിജൻ ഗ്യാസുമാണ്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ദി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇൻ എ കൺവീനിയന്റ് മാനർ. എന്താണ്?
സൗകര്യപ്രദമായ രീതിയിൽ ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്തുന്ന ഉപകരണം ഏതായിരുന്നു? ടെക്സ്റ്റിൽ അതേപോലെ ഉണ്ട്, ഫിഗറും ഉണ്ട്, അതിന്റെ പേരുമുണ്ട്. എന്തായിരുന്നു? ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. ഓക്കെ, ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ. അതും പഠിച്ചു വെക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഫിഗേഴ്സ് ടെക്സ്റ്റിന്റെ സൈഡിലല്ലേ കിടക്കുന്നത്, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, മറന്നു പോവരുത് കേട്ടോ. യെസ്, ഇനി അടുത്തത് കഴിഞ്ഞു, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സാം ആകുമ്പോൾ നമുക്ക് സെറ്റാക്കി പവർ ആക്കി എടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോയിൽ കാണാം. ബൈ.